BJP നേതാവ് ശ്രീ ബി ഗോപാലകൃഷ്ണന്റെ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങൾ കേരളത്തെയും വർഗീയത കൊണ്ട് നിറയ്ക്കുവാൻ BJPക്കാർ നടത്തിയ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഗുരുവായൂരപ്പന്റെ വിശ്വാസികളായ ആളുകളല്ല കഴിഞ്ഞ നാളുകളിൽ ഗുരുവായൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഗുരുവായൂരപ്പനിൽ വിശ്വാസമുള്ള ജനപ്രതിനിധികളായിരിക്കണം ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് അദ്ദേഹം പറയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ BJP കളിക്കുന്ന വിഭാഗീയ രാഷ്ട്രീയം കേരളത്തിലും പരമാവധി കുത്തിനിറയ്ക്കാനുള്ള ശ്രമത്തിലാണ് വി ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ. നോക്കൂ, ഗുരുവായൂർ നിയോജക മണ്ഡലം 2006 മുതൽ തുടർച്ചയായി വിജയിപ്പിക്കുന്നത് CPIMന്റെ പ്രതിനിധികളെയാണ്. അതിനു മുമ്പ് ഭൂരിപക്ഷ സമയവും അവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടില്ല എന്ന് ആ നാട്ടുകാർക്ക് വ്യക്തമായി അറിയാമെന്നിരിക്കെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടവർ ഞങ്ങളെപ്പോലെയുള്ള BJPയുടെ പ്രതിനിധികളാണെന്ന് ഈ മാന്യൻ പറയാൻ ശ്രമിക്കുമ്പോൾ എത്ര കാപട്യം നിറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഇദ്ദേഹം നടത്തിയെന്ന് മനസ്സിലാവും. നോക്കൂ, ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പ്രധാനമായി 2 മുനിസിപ്പാലിറ്റികളും 6 പഞ്ചായത്തുകളുമാണ് ഉള്ളത്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയും ചാവക്കാട് മുനിസിപ്പാലിറ്റിയും എടുത്ത് പരിശോധിക്കുമ്പോൾ ആ 2 മുനിസിപ്പാലിറ്റികളിൽ നിന്ന് BJPക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞത് കേവലം 2 മുനിസിപ്പൽ കൗൺസിലർമാരെ മാത്രമാണ്. മറ്റ് 6 പഞ്ചായത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ വടക്കേക്കാട് പോലെയുള്ള പഞ്ചായത്തുകളിൽ BJPക്ക് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ 6 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലും ഏറെ പരിതാപകരമായ അവസ്ഥയിൽ BJP തുടരുമ്പോഴാണ് ജനങ്ങളെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഗുരുവായൂർ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഇടത്ത് തന്നെ പോലെയുള്ള ഗുരുവായൂരപ്പന്റെ വിശ്വാസികളെ ജയിപ്പിക്കുകയാണ് പ്രധാനമെന്ന് ഈ വർഗീയവാദി സംസാരിക്കുന്നത്. കേരളം ജനാധിപത്യപരമായി എത്രയോ മെച്ചപ്പെട്ടതാണെന്ന് തെരഞ്ഞെടുപ്പുകളിലെ മുദ്രാവാക്യം ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാവും. വടക്കേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സഹോദരിമാരുടെയും അമ്മമാരുടെയും കെട്ടുതാലി പൊട്ടിക്കാൻ ഇതാ ഒരു വിഭാഗം അപ്പുറത്ത് നിൽക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുക, ഞങ്ങളെ തോൽപ്പിച്ചാൽ അയോധ്യ ദേവാലയം 2 പൂട്ടുവാൻ അപ്പുറത്ത് ചില ആളുകൾ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ശൈലിക്കപ്പുറം കേരളത്തിലെ BJP പോലും വികസനത്തെ പറ്റി സംസാരിക്കാൻ ഒരു വശം ശ്രമിക്കുമ്പോഴാണ് ജനങ്ങളെ സമ്പൂർണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന വർഗീയ വിഭാഗീയ അജണ്ടകൾ ശ്രീ ബി ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ മതനിരപേക്ഷ കേരളം അതിശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്.